നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 527th day. Today 21st sloka of Pradhama Skanda, first chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 527 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം തത്സത്. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാദീർഘസത്രേണ കഥായാം സക്ഷണാഹരേ. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാദീർഘസത്രേണ കഥായാം സക്ഷണാഹരേ. ഓം തത്സത്. ശൗനകാദികൾ വീണ്ടും പറയുകയാണ്. കലിയുഗം ആരംഭിച്ചത് അറിഞ്ഞ ഞങ്ങൾ ഈ മഹാവിഷ്ണുവിൻ്റെ പദത്തോട് ചേരണമെന്നുള്ള അതിയായ ആഗ്രഹത്താൽ അതിനുവേണ്ടി സങ്കല്പം ചെയ്ത് ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ദീർഘകാല സാധ്യമായിരിക്കുന്ന ഒരു സത്രത്തെ ആരംഭിച്ച് മഹാത്മാക്കൾ വന്ന് കഥയെ പറഞ്ഞു തരും, ഭഗവത് കഥ പറഞ്ഞു തരും എന്നുള്ള ആ കഥയെ കേൾക്കുവാൻ വേണ്ടി ഉള്ള അവസരത്തെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് എന്ന് പറയുകയാണ്. കലിമാഗതം, അതായത് കലികാലം ആരംഭിച്ചത് കലികാഗതം ആജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ, വിഷ്ണുവിൻ്റെ ക്ഷേത്രമായ ഇവിടെ ആസീന ഇരിക്കുകയാണ്. ദീർഘസത്രം, വളരെ ദീർഘമായിട്ടുള്ള ഒരു സത്രം ആരംഭിച്ചിട്ട് കഥ കേൾക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ്. എന്ത് കഥ? ഭഗവാന്റെ കഥ. ആ പരമമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ കഥകൾ കേൾക്കുവാൻ വേണ്ടി വളരെ ജിജ്ഞാസയോടുകൂടി ഞങ്ങൾ അവിടുന്ന് വന്ന് പറഞ്ഞു തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. മഹാത്മാക്കൾക്ക് മറ്റുള്ള മഹാത്മാക്കൾ വരുന്നത് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അങ്ങനെ അസൂത പൗരാണികൻ അവിടെ വരുമെന്നും തങ്ങൾക്ക് കഥ പറഞ്ഞു തരുമെന്നും ഈ ശൗനകാദി മഹാത്മാക്കൾക്ക് തോന്നിയിരിക്കാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ആ ഭഗവാന്റെ കഥ കേൾക്കുവാനായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്, ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ഇരിക്കുകയാണ്. നൈമിഷാരണ്യം എന്ന ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ഞങ്ങൾ കലിദോഷം അകറ്റുവാനായി, കലികാലത്തിൽ ഭഗവാനോട് ചേരുവാനായിട്ട് ഭഗവത് കഥകൾ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നതാണ് കലിദോഷത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരമാർഗം എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാദീർഘസത്രേണ കഥായാം സക്ഷണാഹരേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്ദിയും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.